Learn Easy Online Education. Hi, welcome to my new video. It's me Harshida. Hope doing great. നമ്മൾ ഇന്ന് MSO3-ലെ യൂണിറ്റുകളാണ് നോക്കുന്നത്. MSO3-ലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡയമെൻഷൻസ് എന്ന യൂണിറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കണ്ടൻറ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ്, കോംതെ, മോർഗൻ, മാക്സ്, സ്പെൻസർ. അതായത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചിട്ട് നമ്മുടെ സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ കാര്യങ്ങളും പ്രാചീനമായിട്ടുള്ള അതിൻ്റെ ഓരോ എവല്യൂഷനും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. അതുപോലെ പാരഡിം, അതുപോലെ ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ് ആൻഡ് തേർഡ് വേൾഡ് മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. സോ വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് വൈസ് ആയിട്ട് ടെക്സ്റ്റ് ഫുള്ള് റീഡ് ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കിയതിന് ശേഷം ആ നോട്ട്സാണ് എനിക്ക് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആ നോട്ട്സ് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗത്ത് പറയുന്നത്, ദ ഐഡിയാസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് ആർ ഓഫ്റ്റൻ സീൻ ആസ് പോസിറ്റീവ്, ഷോവിങ് ഗ്രോത്ത് ഓർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ്, ഒബ്ജക്ട്സ് ഓർ ആക്ഷൻസ്. Human society has come a long way in understanding development. വികസനത്തിൻ്റെയും പുരോഗതിയുടെയും ആശയങ്ങൾ പലപ്പോഴും പോസിറ്റീവായിട്ട് കാണപ്പെടുന്നു. അതായത് നല്ലൊരു കാര്യമായിട്ടാണ് കാണപ്പെടുന്നത്. വ്യക്തികളിലോ ഗ്രൂപ്പുകളിലോ വസ്തുക്കളിലോ പ്രവർത്തനങ്ങളിലോ ഉള്ള വളർച്ചയെ പുരോഗതിയായിട്ടാണ് കണക്കാക്കുന്നത്. വികസനം മനസ്സിലാക്കുന്നതിൽ മനുഷ്യ സമൂഹം ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. അതായത് ആദിമ മനുഷ്യരെക്കാൾ കൂടുതൽ പിന്നീട് ഉണ്ടായി വരുന്ന കാലക്രമേണയുള്ള മനുഷ്യന്മാർ, അതായത് സമൂഹങ്ങൾ വികസനത്തിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് ഓൾസോ വ്യൂഡ് ആസ് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഗ്രോത്ത്. Alongside economic progress, society has moved through various stages, such as from savagery to civilization, from simple to complex, and from to rural to urban life. It has transitioned from ancient to feudal to capitalist, and traditional to modern system. These changes have been studied from different perspectives: philosophical, political, economic, and social. സാമ്പത്തിക പുരോഗതിക്കൊപ്പം സാമൂഹികവും മാനസികവുമായ വളർച്ചയാണ് വികസനം സാധ്യമാക്കേണ്ടത്. അതായത് അല്ലെങ്കിൽ വികസനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വന്യതയിൽ നിന്ന് നാഗരികതയിലേക്ക്, അതായത് സാവേജറി ടു സിവിലൈസേഷൻ, സിമ്പിൾ ടു കോംപ്ലക്സ് ആൻഡ് റൂറൽ ടു അർബൻ ലൈഫ് എന്നിങ്ങനെ ലളിതത്തിൽ നിന്ന് സങ്കീർണതയിലേക്ക് പോകുന്ന, ഗ്രാമങ്ങളിൽ നിന്ന് നഗരജീവിതത്തിലേക്ക് പോകുന്ന വിവിധ ഘട്ടങ്ങളിലൂടെയാണ് സമൂഹം വികസനത്തിൻ്റെ പാതയിലൂടെ നീങ്ങിയിട്ടുള്ളത്. അത് പ്രാചീനതയിൽ നിന്ന് ഫ്യൂഡലിലേക്കും ഫ്യൂഡലിൽ നിന്ന് മുതലാളിത്തത്തിലേക്കും പരമ്പരാഗതമായി ആധുനിക സമ്പ്രദായത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ മാറ്റങ്ങൾ വ്യത്യസ്ത വീക്ഷണകോണുകളിൽ നിന്ന് പഠിച്ചും, തത്വശാസ്ത്രം, രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹികം, അതൊക്കെയാണ് വീക്ഷണകോണുകൾ എന്ന് പറയുന്നത്. ആ ഒരു കോണുകളിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് നമ്മുടെ സാമൂഹ്യശാസ്ത്രജ്ഞർ ഈ കാര്യങ്ങൾ നമ്മുടെ പറഞ്ഞിട്ടുള്ളത്. Economic development is often understood as GDP growth, explained through capitalist, socialist, and third world models. മുതലാളിത്ത, സോഷ്യലിസ്റ്റ്, മൂന്നാം ലോക മാതൃകകളിലൂടെ വിശദീകരിക്കപ്പെട്ട GDP വളർച്ച എന്നാണ് സാമ്പത്തിക വികസനം പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. Since the late 1970s, human and social development have become more important. Development now emphasizes empowering marginalized groups, include marginalized group and women in development, and rethink the role of the state. 1970-കളുടെ അവസാനം മുതൽ മാനുഷികവും സാമൂഹികവുമായ വികസനം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നവയായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ശാക്തീകരിക്കുന്നതിനാണ് വികസനം ഇപ്പോൾ ഊന്നൽ നൽകുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെയും സ്ത്രീകളെയും വികസനത്തിൽ ഉൾപ്പെടുത്തുകയും സംസ്ഥാനത്തിൻ്റെ പങ്കിനെക്കുറിച്ച് പുനർവിചിന്തനം നടത്തുകയും ചെയ്യുക. അതായത് സ്ത്രീകളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും, അതായത്
സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവരും ഏറ്റവും താഴത്തെ നിലയിൽ നിൽക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരെ ഉയർച്ചയിലേക്ക് എത്തിക്കുക എന്നുള്ള, അവരെ കൂടി ഉയർത്തിക്കൊണ്ടുവരിക, അവരെ കൂടി നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് വികസനത്തിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അവർക്കും നമ്മുടെ ഈ ഒരു രാജ്യത്ത് അവരുടേതായ കാര്യങ്ങൾ വികസനത്തിന് സഹായങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി പുനർവിചിന്തനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മളെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഈ കാര്യങ്ങളുടെയൊക്കെ വിശദീകരണങ്ങളാണ് ബാക്കിയുള്ള ഭാഗങ്ങളിൽ വരുന്നത്. ഇൻട്രൊഡക്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അടുത്ത സൈഡ് ഹെഡിങ് വരുന്നത് 102 അണ്ടർസ്റ്റാൻഡിങ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ്. ആസ് വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് we come across related ideas such as evolution, progress, change, growth and transformation. It is important to understand their distinct meaning. വികസനം എന്ന ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എവല്യൂഷൻ, പ്രോഗ്രസ്, ചേഞ്ച്, ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫർമേഷൻ എന്നിങ്ങനെയുള്ള അനുബന്ധ ആശയങ്ങൾ ഇതിൽ കൂടെ വരുന്നുണ്ട്. എന്താണ് അവയുടെ യഥാർത്ഥ അർത്ഥങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു സോഷ്യോളജി സ്റ്റുഡൻസ് എന്നുള്ള നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. എവല്യൂഷൻ, ആദ്യം നമ്മൾ നോക്കുന്നത് എവല്യൂഷൻ, പരിണാമം. ദ ടേം എവല്യൂഷൻ കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് എവോൾവെയർ which means to develop. Evolution generally refers to the internal growth of living organisms such as plants or animals and is often seen as a gradual process. For example, a seed grows into a seedling, then a plant and eventually a tree which matures and ages over time. പരിണാമം എന്ന പദം ലാറ്റിൻ പദമായ ഇവോൾവിയർ എന്ന പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്. അതിനർത്ഥം വികസിപ്പിക്കുക എന്നതാണ്. പരിണാമം പൊതുവെ സസ്യങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങൾ പോലുള്ള ജീവജാലങ്ങളുടെ ആന്തരിക വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഇത് പലപ്പോഴും ക്രമാനുഗതമായ പ്രക്രിയയായിട്ട് കാണപ്പെടും. അതായത് ക്രമങ്ങളായി ഘട്ടങ്ങളായിട്ട് മാറി വരുന്ന ഒരു പ്രക്രിയയാണ് ഈ എവല്യൂഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു വിത്ത് ഒരു തൈയായും പിന്നീട് ഒരു ചെടിയായും ഒടുവിൽ ഒരു മരമായും വളരുന്നു. അത് കാലക്രമേണ പാകമാവുകയും പ്രായമാവുകയും ചെയ്യുന്നു. അതാണ് എവല്യൂഷൻ. വികസനവും ഒരു എവല്യൂഷനാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പ്രോഗ്രസ്, പുരോഗതി. പ്രോഗ്രസ് refers to moving forward, derived from the Sanskrit word pragat. It means advancing toward a desirable goal or end. Progress can take many forms such as learning new skills, improving health, or reaching a specific destination. പ്രഗത് എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മുന്നോട്ട് പോകുന്നതിനെ എന്ന് സൂചിപ്പിക്കുന്ന വേർഡാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതിനർത്ഥം അഭികാമ്യമായ ലക്ഷ്യത്തിലേക്കോ അവസാനത്തിലേക്കോ മുന്നേറുക എന്നതാണ്. പുതിയ കഴിവുകൾ പഠിക്കുക, ആരോഗ്യം മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നിങ്ങനെ പല രൂപങ്ങളിലായി പുരോഗതിയെ പറയുന്നുണ്ട്. പുരോഗതി അഥവാ പ്രോഗ്രസ്. Social scientists have studied the concept of development and progress from various perspectives such as conflict theory, functionalism, neo-conflict approaches, and structural functionalism. In this unit, we focus on early perspective, examining the ideas of thinkers like Marx, Weber, Durkheim, and Parsons. Conflict theory, functionalism, neo-conflict approaches, and structural functionalism എന്നിങ്ങനെ വിവിധ വീക്ഷണകോണുകളിൽ നിന്ന് വികസനത്തിൻ്റെയും പുരോഗതിയുടെയും ആശയങ്ങൾ സാമൂഹിക ശാസ്ത്രജ്ഞർ പഠിച്ചിട്ടുണ്ട്. ഈ യൂണിറ്റിൽ മാക്സ്, വെബർ, ഡർക്കെയിം, പാഴ്സൺസ് തുടങ്ങിയ ചിന്തകരുടെ ആശയങ്ങൾ പരിശോധിക്കുന്ന ആദ്യകാല വീക്ഷണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സാമൂഹ്യശാസ്ത്രജ്ഞരായിട്ടുള്ള മാക്സ്, വെബർ, ഡർക്കെയിം, പാഴ്സൺസ് പിന്നെയും കുറച്ച് പേരുണ്ട്. അവരുടെയൊക്കെ വീക്ഷണങ്ങളാണ്, അതായത് ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചുള്ള വീക്ഷണങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്ററാണ്. നമ്മൾ ഇതിന് മുന്നേ ഒക്കെ MSO 1-ലും 2-ലും ഒക്കെ നമ്മൾ ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ തന്നെയാണ് സെയിം ഇവിടെ ആവർത്തിക്കുന്നത്. നമ്മൾ വീണ്ടും പഠിക്കാന്നുള്ളൂ. ശരിക്കും നമ്മൾ ഒരു തവണ പഠിച്ചാൽ തന്നെ നമുക്കിതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ റിപ്പീറ്റ് അടിച്ച് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കുറച്ചുകൂടെ നമുക്ക് കഴിഞ്ഞ ചാപ്റ്റേഴ്സിനൊക്കെ ആയിട്ടൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നും. കുറച്ചുകൂടെ എളുപ്പം തന്നെയാണ് ഈ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഒരു ഭാഗം. സോ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ്,
Side heading 103, Comte, Morgan, Marx and Spencer on development and progress. In the early days, anthropologists and sociologists focused on studying how human society developed and progressed over time from an evolutionary perspective. Thinkers like Morgan, Comte, Spencer, Max Durkheim and Weber explored the different stages of human development, and their ideas are still important today. ആദ്യകാലങ്ങളിലെ നരവംശാസ്ത്രജ്ഞരും സാമൂഹ്യശാസ്ത്രജ്ഞരും പരിണാമപരമായ വീക്ഷണകോണിൽ നിന്ന് കാലക്രമേണ മനുഷ്യ സമൂഹം എങ്ങനെ വികസിക്കുകയും പുരോഗമിക്കുകയും ചെയ്തുവെന്ന് പഠിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. മോർഗൻ, കോംതെ, സ്പെൻസർ, മാക്സ്, ഡർക്കെയിം, വെബർ തുടങ്ങിയ ചിന്തകർ മനുഷ്യവികസനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ പര്യവേക്ഷണം ചെയ്യുകയും അവരുടെ പ്രധാന ആശയങ്ങൾ നമുക്ക് മുന്നിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതൊക്കെ ഇന്നും പ്രാധാന്യം അർഹിക്കുന്നത് ആണെന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. The early 19th century, shaping the idea of progress was influenced by the writings of Hegel and Saint-Simon, whose ideas later impacted thinkers like Auguste Comte and Karl Marx. Let us start by looking at the work of Comte, who was a student of Saint-Simon. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പുരോഗതിയെക്കുറിച്ചുള്ള ആശയം ആദ്യമായിട്ട് രൂപപ്പെടുത്തുന്നത് ഹെഗലിൻ്റെയും സെൻറ്റ് സിമോൻ്റെയും രചനകളിലാണ് സ്വാധീനിക്കപ്പെട്ടിരുന്നത്. അവരുടെ ആശയങ്ങൾ പിന്നീട് അഗസ്തെ കോംതെ, കാൾ മാക്സ് തുടങ്ങിയ ചിന്തകരെ സ്വാധീനിക്കുകയാണ് ചെയ്തത്. സെൻറ്റ് സിമോണിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു കോംതെ. കോംതെയുടെ വർക്ക് തുടങ്ങിക്കൊണ്ട് നമുക്ക് ഇത് ആരംഭിക്കാമെന്നാണ് പറയുന്നത്. കോംതെയുടെ വർക്കുകൾ നോക്കിക്കൊണ്ട് നമുക്കിത് ആരംഭിക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് അഗസ്റ്റെ കോംതെ. അഗസ്റ്റെ കോംതെയെക്കുറിച്ച് നമ്മളിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അഗസ്റ്റെ കോംതെ 1798 to 1857, known as the founding father of sociology, focused on how human society changes, develops and progresses. He divided the study of society in two parts. സോഷ്യോളജിയുടെ സ്ഥാപക പിതാവായിട്ട് അറിയപ്പെടുന്ന അഗസ്റ്റെ കോംതെ മനുഷ്യ സമൂഹം എങ്ങനെ മാറുന്നു, വികസനങ്ങൾ സംഭവിക്കുന്നു, അതിനോടൊപ്പം തന്നെ എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. സമൂഹത്തെക്കുറിച്ചിട്ടുള്ള പഠനത്തെ അദ്ദേഹം 2 ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരുന്നത്. അതിലൊന്ന് സോഷ്യൽ സ്റ്റാറ്റിക്സ്, മറ്റൊന്ന് സോഷ്യൽ ഡൈനാമിക്സ്. സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് നമ്മൾ ഇതിനു മുന്നേ ചർച്ച ചെയ്തിട്ടുള്ള പോലെ ഫാമിലി അങ്ങനെയുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചുള്ള പഠനത്തെയാണ് ആദ്യം സോഷ്യൽ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യൽ ഡൈനാമിക്സ്. സോഷ്യൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ചേഞ്ച്. ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചും അത് മുഖേന ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചുള്ള പഠനമാണ് രണ്ടാമത്തത്. Comte believed human society and history were one continuous process. He saw the history of Europe as representing the history of all humanity. He made some key observations. മനുഷ്യ സമൂഹവും ചരിത്രവും തുടർച്ചയായ ഒരു പ്രക്രിയയാണെന്ന് കോംതെ വിശ്വസിച്ചിരുന്നു. യൂറോപ്പിൻ്റെ ചരിത്രം മുഴുവൻ മനുഷ്യരാശിയുടെ ചരിത്രത്തെ പ്രതിനിധീകരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടിരുന്നു. അദ്ദേഹം ചില പ്രധാന നിരീക്ഷണങ്ങളും അതിനോടൊപ്പം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. Comte noted that some types of societies were disappearing while new ones were emerging. The old types, like theological and military societies, were based on religious faith and led by various. ചിലതരം സമൂഹങ്ങൾ അപ്രത്യക്ഷമാവുകയും പുതിയവ ഉയർന്നു ചെയ്യുന്നതായിട്ടും കോംതെ അഭിപ്രായപ്പെട്ടു. അതായത് അപ്രത്യക്ഷമായി പുതിയവ ഉയർന്നു വരികയും ചെയ്യുന്നതായിട്ട് കോംതെ അഭിപ്രായപ്പെട്ടു. ദൈവശാസ്ത്രവും സൈനികവുമായ സമൂഹങ്ങൾ പോലെയുള്ള പഴയ തരം മതവിശ്വാസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതുമായിട്ടുള്ള യോദ്ധാക്കളുടെ നേതൃത്വത്തിലായിരുന്നു അവ. These were being replaced by scientific and industrial societies, where scientists replaced religious leaders and industrialists and businessmen replaced various. In these new societies, the focus shifted from the war between humans to using science to understand and exploit nature. ഇവയ്ക്ക് പകരം, അതായത് ഈ ഒരു മതവിശ്വാസത്തെ സൈനിക സമൂഹങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ ഒരു സമൂഹത്തിന് പകരം ഇവയ്ക്ക് പകരം ശാസ്ത്ര വ്യാവസായിക സമൂഹങ്ങൾ വളർന്നു വന്നു. അവിടെ ശാസ്ത്രജ്ഞർ മതനേതാക്കളെ മാറ്റിക്കൊണ്ട് വ്യവസായികളും ബിസിനസ്സുകാരും യോദ്ധാക്കളാക്കി മാറ്റി. അതായത് മതനേതാക്കന്മാരെ മാറ്റിക്കൊണ്ട് അവിടുത്തെ ശാസ്ത്രജ്ഞർ എന്ത് ചെയ്തു? ബിസിനസ്സുകാരെയും വ്യവസായികളെയുമാണ് മുൻനിരയിൽ നേതാക്കന്മാരായിട്ട് നിർത്തിച്ചത്. ഈ പുതിയ സമൂഹങ്ങളിൽ മനുഷ്യർ തമ്മിലുള്ള യുദ്ധത്തിൽ നിന്ന്
പ്രകൃതിയെ മനസ്സിലാക്കാനും ചൂഷണം ചെയ്യാനും ശാസ്ത്രം ഉപയോഗിക്കുന്നതിലേക്ക് ശ്രദ്ധ മാറി. കോംതെ ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ദ ലോ ഓഫ് 3 സ്റ്റേജസ് എക്സ്പ്ലെയിനിങ് ഹൗ ഹ്യൂമൻ തോട്ട് ഇവോൾവ്സ്. മനുഷ്യൻ്റെ ചിന്ത എങ്ങനെ വികസിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന 3 ഘട്ടങ്ങളും നിയമവും കോംതെ അവതരിപ്പിച്ചു. നമ്മളിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, പോസിറ്റീവ് സ്റ്റേജ് എന്നൊക്കെ നമ്മളിതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഗോഡ്സ് ആൻഡ് സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സമൂഹങ്ങളാണ്. മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് നേച്ചർ, ദ അബ്സ്ട്രാക്ട് ഐഡിയസ് ഓഫ് നേച്ചറിന്, അതായത് പ്രകൃതിയെ അടിസ്ഥാനമാക്കിയിട്ട് ഉള്ള സമൂഹങ്ങളും. പിന്നീട് അത് പോസിറ്റീവ് സ്റ്റേജിലേക്ക് മാറി, അതായത് സയൻറ്റിഫിക് മെത്തേഡ്സിനെ അടിസ്ഥാന ബേസാക്കി വെച്ചുകൊണ്ടുള്ള പിന്നീട് വളർന്നു വന്ന സമൂഹങ്ങളെല്ലാം പോസിറ്റീവ് സ്റ്റേജ് ആണെന്നാണ് കോംതെ അഭിപ്രായം. നമ്മൾ അതിന് മുന്നേ പറഞ്ഞതാണ്, അതുകൊണ്ട് കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അടുത്തത്, കോംതെ ബിലീവ്ഡ് ദാറ്റ് ദ മെത്തേഡ്സ് യൂസ്ഡ് സയൻസസ് ലൈക്ക് ഫിസിക്സ് ആൻഡ് ബയോളജി ഷുഡ് ഓൾസോ അപ്ലൈ ടു അണ്ടർസ്റ്റാൻഡിംഗ് സൊസൈറ്റി. ഹി കോൾഡ് ദിസ് ന്യൂ അപ്രോച്ച് ദ സയൻസ് ഓഫ് സോഷ്യോളജി. ഹി ഓൾസോ ആർഗ്യൂഡ് ദാറ്റ് പ്രോഗ്രസ് ഹാപ്പൻസ് വെൻ ദർ ഇസ് ബോത്ത് ഓർഡർ ആൻഡ് ചേഞ്ച്. നമ്മളിതിനെ മുന്നേ പറഞ്ഞ പോലെ തന്നെ കോംതെ സോഷ്യോളജി ഒരു സയൻസായിട്ട് രൂപീകരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം തുടങ്ങിയ ശാസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന രീതികൾ സമൂഹത്തെ മനസ്സിലാക്കുന്നതിനും ബാധകമാണെന്ന് കോംതെ വിശ്വസിച്ചു. ഈ പുതിയ സമീപനത്തെ അദ്ദേഹം സോഷ്യോളജി എന്ന് വിളിച്ചു. ക്രമവും മാറ്റവും ഉണ്ടാകുമ്പോൾ, അതായത് ക്രമവും വളർച്ചയും ഉണ്ടാകുമ്പോൾ പുരോഗതി സംഭവിക്കുമെന്നും അദ്ദേഹം വാദിച്ചു. He compared social change to evolution, where societies grow from simple forms to more complex ones. Comte connected progress to the development of scientific thinking, which bring both intellectual and moral improvement. He viewed social change as a linear process driven by internal forces, emphasizing the importance of both material and moral progress in shaping society. സാമൂഹിക മാറ്റത്തെ പരിണാമവുമായി അദ്ദേഹം താരതമ്യം ചെയ്തു. അവിടെ സമൂഹങ്ങൾ ലളിതമായ രൂപങ്ങളിൽ നിന്ന് പൂർണ്ണ സങ്കീർണമായതിലേക്ക് വളരുന്നു. ഭൗതികവും ധാർമ്മികവുമായ പുരോഗതി കൊണ്ടുവരുന്ന ശാസ്ത്രീയ ചിന്തയുടെ വികാസവുമായിട്ട് കോംതെ പുരോഗതിയെ ബന്ധിപ്പിച്ചു. സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ഭൗതികവും ധാർമ്മികവുമായ പുരോഗതിയുടെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറയുന്നു. ആന്തരിക ശക്തികളാൽ നയിക്കപ്പെടുന്ന ഒരു രേഖീയ പ്രക്രിയയായി അദ്ദേഹം സാമൂഹിക മാറ്റത്തെ വീക്ഷിക്കുകയും ചെയ്തു. അടുത്തത് നമ്മൾ പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് മോർഗൻ. Morgan's theory of human society. Morgan was the first to organize the history of human society in a systematic way. He identified 3 main stages of progress: savagery, barbarism, and civilization. Each stage was further divided into lower, middle, and upper levels based on advances in how people produces food. മോർഗൻ്റെ മനുഷ്യ സമൂഹത്തിൻ്റെ സിദ്ധാന്തം, അതാണ് നമ്മൾ അടുത്ത് പറയുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തെ ആദ്യമായി ചിട്ടയായ രീതിയിൽ ചിട്ടപ്പെടുത്തിയത് മോർഗനാണ്. പുരോഗതിയുടെ 3 പ്രധാന ഘട്ടങ്ങളെ അദ്ദേഹം തിരിച്ചറിഞ്ഞു: സാവജറി, ബാർബറിസം ആൻഡ് സിവിലൈസേഷൻ. കാട്ടാളത്വം, പ്രാകൃതത്വം, നാഗരികത എന്നിങ്ങനെ. ആളുകൾ എങ്ങനെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിലെ പുരോഗതിയെ അടിസ്ഥാനമാക്കി ഓരോ ഘട്ടവും താഴ്ന്നത്, മധ്യത്തിലുള്ളത്, ഉയർന്നത് എന്നിങ്ങനെയുള്ള തലങ്ങളായിട്ട് അദ്ദേഹം തരംതിരിക്കുകയാണ് ചെയ്തത്. He believed human progress depended on the ability to produce food, which gave people control over their environment. Advancement were linked to improvement in food production. മനുഷ്യരുടെ പുരോഗതി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത് ആളുകൾക്ക് അവരുടെ പരിസ്ഥിതിയെ നിയന്ത്രണം നൽകുന്നതിന് ഉതകുന്നതായിരുന്നു. മനുഷ്യൻ്റെ പ്രധാന മുന്നേറ്റങ്ങൾ ഭക്ഷ്യോൽപാദനത്തിൻ്റെ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്റ്റേജസ് ഓഫ് പ്രോഗ്രസ്സിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. സാവേജറി, അതായത് കാട്ടാളത്ത കാലഘട്ടത്തിലുള്ളത് കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. കാട്ടാളത്ത കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ലോവറും മിഡിലും അപ്പർ സ്റ്റേജസൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ലോവർ സ്റ്റേജിൽ പീപ്പിൾ ലിവ്ഡ് ഇൻ ഫോറസ്റ്റ്, എയ്റ്റ് ഫ്രൂട്ട്സ്, നട്ട്സ് ആൻഡ് റൂട്ട്സ് ആൻഡ് ലിവ്ഡ് ഓൺ ട്രീസ്. ആളുകൾ ജീവിച്ചിരുന്നത് കാടുകളിലായിരുന്നു. അവർ ഫ്രൂട്ട്സും നട്ട്സും റൂട്ട്സും ഒക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ലിവ്ഡ് ഓൺ ട്രീസ്, മരങ്ങളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. മിഡിൽ സ്റ്റേജിൽ പറയുന്നത് ഫയർ ആൻഡ് ഫിഷിംഗ് ബിക്കേം ഇമ്പോർട്ടൻറ്റ്. പീപ്പിൾ സ്റ്റാർട്ടഡ് മൂവിങ് ടു ന്യൂ പ്ലേസസ് ആൻഡ് യൂസ്ഡ് ക്രൂഡ് സ്റ്റോൺസ് ടു ടൂൾസ്. അതായത് രണ്ടാമത്തെ പറയുന്നത് മീൻപിടുത്തത്തിനും
തീ മാർഗമുള്ള ഭക്ഷണത്തിനും തീക്കും അതായത് അഗ്നിക്കും പ്രാധാന്യം വരാൻ തുടങ്ങി. പീപ്പിൾ സ്റ്റാർട്ടഡ് മൂവിങ് ടു ന്യൂ പ്ലേസ്, പുതിയ സ്ഥലങ്ങളിലേക്ക് മാറി പാർക്കാനും അതുപോലെ കട്ടിയുള്ളതും ഉറപ്പുള്ളതുമായിട്ടുള്ള കല്ലുകളുടെ ഉപയോഗവും തുടങ്ങിയത് ഒരു മിഡിൽ സ്റ്റേജിലാണ്. അപ്പർ സ്റ്റേജിൽ പീപ്പിൾ ഇൻവെൻറ്റഡ് ദ ബോ ആൻഡ് ആരോ, 100 ആനിമൽസ് ആൻഡ് യൂസ് ടു വുഡൻ യൂട്ടൻസിൽസ്. ഇതിൽ പറയുന്നത് അവർ എന്ത് ചെയ്തു, അമ്പും വില്ലും കൊണ്ട് വേട്ടയാടി ഭക്ഷിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പർ സ്റ്റേജിൽ അമ്പും വില്ലൊക്കെ കണ്ടെത്തുകയും അതുപയോഗിച്ച് മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ബാർബറിസമാണ് പറയുന്നത്. ബാർബറിസത്തിൻ്റെ കാലഘട്ടത്തിൽ ലോവർ സ്റ്റേജിൽ പറയുന്നത് ദിസ് ബിഗെയിൻ വിത്ത് ദ ഇൻവെൻഷൻസ് ഓഫ് പോട്ടറി, അതായത് മൺപാത്രങ്ങളുടെ നിർമ്മാണത്തിൽ ബാർബറിസത്തിലാണ് തുടക്കമിട്ടത്. മിഡിൽ സ്റ്റേജിൽ പറയുന്നത് ഇൻ ദ ഈസ്റ്റ് പീപ്പിൾ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് ഇൻ ദ വെസ്റ്റ്, ദേ ഗ്രൂ ക്രോപ്സ് യൂസ്ഡ് ഇറിഗേഷൻ ആൻഡ് ബിൽഡ് ഹൗസസ് വിത്ത് ബ്രിക്സ് ആൻഡ് സ്റ്റോൺസ്. കിഴക്ക് ആളുകൾ മൃഗങ്ങളെ വളർത്തുകയും പടിഞ്ഞാറ് അവർ വിളകൾ വളർത്തുകയും ജലസേചനം ഉപയോഗിച്ചും ഇഷ്ടികയും കല്ലും ഒക്കെ ഉപയോഗിച്ച് വീടുകൾ പണിയുകയും ചെയ്തു. അതായത് മൃഗങ്ങളെ വളർത്തുന്നത് കിഴക്ക് ഭാഗങ്ങളിൽ മൃഗങ്ങൾ വളർത്തുകയും പടിഞ്ഞാറ് ഭാഗങ്ങളിൽ അവർ കൃഷി ചെയ്യുകയും വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുകയും ഇഷ്ടികയും കല്ലും ഉപയോഗിച്ച് വീടുകൾ പണിയാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പർ സ്റ്റേജിൽ ദിസ് ഫേസ് സ്റ്റാർട്ടഡ് വിത്ത് ദ സ്മെൽറ്റിംഗ് ഓഫ് അയൺ ആൻഡ് ലെഡ് ടു സിവിലൈസേഷൻ ത്രൂ റൈറ്റിംഗ് സിസ്റ്റംസ്, അയൺ ടൂൾസ്, ലാർജ് സ്കെയിൽ ഫാമിംഗ് ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് സിവിലൈസേഷൻ. ഈ ഘട്ടം ഇരുമ്പ് ഉരുക്കലിലൂടെ ആരംഭിക്കുന്നു. എഴുത്ത് സംവിധാനങ്ങളുടെ നാഗരികതയിലേക്ക് അത് നയിച്ചു. ഇരുമ്പ് ഉപകരണങ്ങൾ, വലിയ തോതിലുള്ള കൃഷി, ജനസംഖ്യാ വർധനവ് എന്നിവ ഉണ്ടാകാനുള്ള കാരണമായി. അതൊക്കെ അവിടങ്ങളിൽ സാധാരണമായി. അടുത്തത് പറയുന്നത് സിവിലൈസേഷനാണ്. ഏറ്റവും ലാസ്റ്റ് പറയുന്നത് സിവിലൈസേഷനാണ്. ഇൻ ദിസ് ഫേസ് പീപ്പിൾ ഗെയിൻഡ് അഡ്വാൻസ്ഡ് നോളജ് ഇൻ ഏരിയാസ് ലൈക്ക് ഇൻഡസ്ട്രി, ആർട്ട് ആൻഡ് ടെക്നോളജി, ലീഡിങ് ടു എ മോർ സോഫിസ്റ്റിക്കേറ്റഡ് സൊസൈറ്റി. ഈ ഘട്ടത്തിൽ വ്യവസായം, കല, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ആളുകൾ വിപുലമായ അറിവ് നേടി കൂടുതൽ സങ്കീർണമായ ഒരു സമൂഹത്തിലേക്ക് അത് നയിക്കുകയും ചെയ്തു. സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ അപ്പർ മിഡിലും ഒന്നുമില്ല, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേജസ് ഓഫ് പ്രോഗ്രസ് ആണ് നമ്മൾ പറഞ്ഞത്. സാവേജറി, ബാർബറിസം, സിവിലൈസേഷൻ, ഈ 3 കാര്യങ്ങളാണ് സ്റ്റേജസ് ഓഫ് പ്രോഗ്രസ്സിൽ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കാൾ മാർക്സ് ആണ്. Marx's views on society's development. Marx explained how societies, especially capitalist ones, develop and change over time. He believed that the structure and progress of society depend on its economic system. According to Marx, the way people produce goods and their economic relationship shape the rest of society, including its laws, politics, and ideas. സമൂഹങ്ങൾ, പ്രത്യേകിച്ച് മുതലാളിത്ത സമൂഹങ്ങൾ, കാലത്തിനനുസരിച്ച് വികസിക്കുകയും മാറുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് മാർക്സ് വിശദീകരിച്ചു. സമൂഹത്തിൻ്റെ ഘടനയും പുരോഗതിയും അതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ആളുകൾ ചരക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയും അവരുടെ സാമ്പത്തിക ബന്ധങ്ങളും സമൂഹത്തിൻ്റെ മറ്റു നിയമങ്ങളും രാഷ്ട്രീയവും ആശയങ്ങളും ഉൾപ്പെടെ രൂപപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആളുകൾ ചരക്ക് ഉൽപ്പാദിപ്പിക്കുന്ന രീതി, അവിടെ സാമ്പത്തിക ബന്ധങ്ങളെല്ലാം സമൂഹത്തിൽ നിയമങ്ങൾ ഉണ്ടാവുകയും രാഷ്ട്രീയപരമായ ആശയങ്ങൾ രൂപം കൊള്ളാൻ അത് കാരണമാവുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പീപ്പിൾസ് ഫോം എസെൻഷ്യൽ എക്കണോമിക് റിലേഷൻഷിപ്പ് വൈൽ പ്രൊഡ്യൂസിങ് ഗുഡ്സ് വിച്ച് ആർ ബേസ്ഡ് ഓൺ ദ tools and methods available at the time. This relationship form the foundations of society, influencing its legal and political systems and people's way of thinking. സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആളുകൾ അത്യാവശ്യമായ സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് അക്കാലത്ത് ലഭ്യമായ ഉപകരണങ്ങളും രീതികളും അടിസ്ഥാനമാക്കി ഉള്ളതാണ്. ഈ ബന്ധങ്ങൾ സമൂഹത്തിൻ്റെ അടിത്തറ ഉണ്ടാക്കുന്നു. അതിൻ്റെ നിയമ രാഷ്ട്രീയ സംവിധാനങ്ങളെയും ആളുകളുടെ ചിന്താരീതിയെയും അത് സ്വാധീനിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത്
ആ ഒരു ബിസിനസ്സിൻ്റെ ടൈപ്പ് അനുസരിച്ച് അതുപോലെ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകും. അല്ലെങ്കിൽ ആ ബിസിനസ്സിന് നമുക്ക് ഗുഡ്സ് ആവശ്യമുണ്ടാകും. ആ ഒരു ഗുഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് നമ്മൾ ഗുഡ്സാണ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തുനിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ നല്ലൊരു ബന്ധത്തിലായിരിക്കും. ആ ഒരു ബന്ധങ്ങൾ ഉണ്ടാകാൻ ഇത് സ്വാധീനിക്കുന്നു എന്താണ് പറഞ്ഞത്, ബന്ധങ്ങളുടെ അളവ് വലുതാകുക എന്നാണ് പറയുന്നത്. When new methods of production grow, they eventually clash with old economic systems, leading to a social revolution. Once economic foundation changes, the entire society transform. പുതിയ ഉൽപ്പാദന രീതികൾ വരുമ്പോൾ അവ നമ്മൾ ഒടുവിൽ പഴയ സാമ്പത്തിക വ്യവസ്ഥകളുമായി ഏറ്റുമുട്ടുകയും ഒരു സാമൂഹിക വിപ്ലവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക അടിത്തറ മാറുന്നതോടെ സമൂഹം മുഴുവൻ രൂപാന്തരപ്പെടുന്നു. ഒരു പുതിയ രീതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഴയ രീതികൾ അവിടെ ഡ്രോപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്തത് ഇതിൽ പറയുന്നത് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ മോഡ്സുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മാക്സ് ഐഡൻറ്റിഫൈഡ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ഈച്ച് വിത്ത് ഇറ്റ്സ് ഓൺ എക്കണോമിക് സിസ്റ്റം. മാക്സ് മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തിലെ വിവിധ ഘട്ടങ്ങൾ തിരിച്ചറിയുകയും ഓരോന്നിനും അതിൻ്റെതായ സാമ്പത്തിക വ്യവസ്ഥയുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. അതാണ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓരോന്നിൻ്റേതും സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വണ്ണ് പറയുന്നത് ഏഷ്യാറ്റിക് മോഡാണ്. ഫോക്കസ്ഡ് ഓൺ കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് ആൻഡ് സ്റ്റേറ്റ് കൺട്രോൾസ്. ഏഷ്യാറ്റിക് മോഡൽ പറയുന്നത് കമ്മ്യൂണിറ്റി അതായത് ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു ഉടമസ്ഥതയിലും സംസ്ഥാന നിയന്ത്രണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ഏഷ്യാറ്റിക് മോഡെന്ന് പറയുന്നത്. അതിൻ്റെ മെയിനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്ത് ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഉടമസ്ഥനോ ഉണ്ടായിരിക്കും. അടുത്തത് ആൻഷ്യൻ മോഡ് ബേസ്ഡ് ഓൺ സ്ലേവറി ആസ് എ ഫൗണ്ടേഷൻ ഓഫ് പ്രൊഡക്ഷൻ. പുരാതന കാലത്തുള്ള മോഡൽ ആണ് പറയുന്നത്. അതായത് പണ്ട് കാലത്ത് നിലനിന്നിരുന്നത് ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം എന്ന നിലയിൽ അടിമത്തത്തെ അടിസ്ഥാനമായി, അതായത് ഉൽപ്പാദിപ്പിക്കുന്നവരെല്ലാം അടിമകളായിരിക്കും. നമുക്ക് ഒരു സാലറി കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കുന്നവരല്ലാതെ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന അടിമകളായിരിക്കും അവിടെ പ്രൊഡക്ഷന് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ഉള്ള ആൾക്കാരുടെ അടിമകളായിരിക്കും പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർ. ദ ഫ്യൂഡൽ മോഡാണ് അടുത്തത് പറയുന്നത്. ക്യാരക്ടറൈസ്ഡ് ബൈ സെൽഫ് ഡോം വെയർ പീസൻസ് വർക്കഡ് ഫോർ ലാൻഡ് ലോഡ്സ്. ഫ്യൂഡൽ മോഡൽ പറയുന്നത് കർഷകർ ഭൂവുടമകൾക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന സെൽഫ് ഹോം സ്വഭാവമാണ്. കർഷകർ ഭൂവുടമകൾക്ക് വേണ്ടിയിട്ട്, അതായത് ചുങ്കം പിരിക്കാനും അവരുടെ പാട്ടത്തിനൊക്കെ എടുത്തിട്ട് ജോലി ചെയ്തിരുന്ന ഒരു സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ കൂടെ കൂടുതൽ അതിൻ്റെ വരുമാനം ഭൂവുടമകൾക്ക് പോകുന്ന ഒരു മോഡിനെയാണ് ഫ്യൂഡൽ മോഡ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് മോഡാണ്. ഡിഫൈൻഡ് ബൈ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, ഫ്രീ ലേബർ മാർക്കറ്റ്സ് ആൻഡ് റാപ്പിഡ് ടെക്നോളജിക്കൽ ഗ്രോത്ത്. ക്യാപിറ്റലിസ്റ്റ് മോഡ് അതായത് മുതലാളിത്ത നയത്തിലെ ചരക്കുകളുടെ വലിയ തോതിലുള്ള ഉൽപ്പാദനങ്ങളാണ് അവിടെ നടക്കുന്നത്. സ്വതന്ത്ര തൊഴിൽ വിപണികൾ, ആർക്കും എന്തും ചെയ്യാൻ പറ്റും. ഏത് തരത്തിലുള്ള ബിസിനസ്സുകളും, അതായത് ഏത് തരത്തിലുള്ള ബിസിനസ്സും ചെയ്യാൻ പറ്റുന്ന ഒരു സ്വതന്ത്ര മാർക്കറ്റാണ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സ്വതന്ത്ര തൊഴിൽ വിപണികൾ, ദ്രുതഗതിയിലുള്ള സാങ്കേതിക വളർച്ച എന്നിവയാൽ നിർവചിക്കപ്പെടുന്നു. ക്യാപിറ്റലിസ്റ്റ് മോഡാണ് ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഒരു മോഡെന്ന് പറയുന്നത്. Marx predicted that capitalism would eventually be replaced by socialism through a violent revolution. മുതലാളിത്തം ഒടുവിൽ അക്രമാസക്തമായ വിപ്ലവത്തിലൂടെ സോഷ്യലിസമായി മാറുമെന്ന് മാക്സ് അന്ന് പ്രവചിച്ചിരുന്നു. കാരണം മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കുകയും ചില ആൾക്കാർക്ക്, അതായത് പിന്നോക്കം നിൽക്കുന്നവർക്ക്, ചെയ്യാത്തവർക്ക് അത് ഒട്ടും ലാഭം ഉണ്ടാക്കാതെ ഒരു പാപ്പരാസി ലെവലിലേക്ക് പോകാനുള്ളത് കാരണമാകുന്നുണ്ട്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു വിപണനം അവിടെ സാധ്യമാകുന്നില്ല. ഇനിയിപ്പോൾ ജോലിക്കാരാണെങ്കിൽ പോലും മുതലാളിമാർക്ക് കൂടുതൽ എത്ര പ്രൊഡക്ഷൻ ഉണ്ടായാലും നമുക്ക് കിട്ടുന്ന സാലറിയെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ അവിടെ ലാഭം കൊയ്യുന്ന മുതലാളിമാർ ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാക്കി അവർ പണക്കാരനായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മാക്സ് പറയുന്നത് ഇനിയൊരു കാലത്ത് ഒരു പക്ഷേ ഈ ഒരു മുതലാളിത്ത സംഘടന നിർത്തിവെച്ച് ഒരു സോഷ്യലിസത്തേക്ക്, എല്ലാവർക്കും ഇക്വാളിറ്റി എന്നുള്ള ആ ഒരു ലെവലിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പ്രവചിച്ചു എന്നാണ് പറയുന്നത് മാക്സ്. അത് class struggles and social change. Marx believed that conflicts between different classes derive social progress. He argued history is shaped by struggles between classes like slaves versus matters of workers versus capitalists. വിവിധ വർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘടനകൾ സാമൂഹിക പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് മാക്സ് വിശ്വസിച്ചിരുന്നു. അദ്ദേഹം
അടിമകളും യജമാനന്മാരും തൊഴിലാളികളും മുതലാളിമാരും തമ്മിലുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ചരിത്രം രൂപപ്പെടുന്നതെന്നാണ് അദ്ദേഹം വാദിച്ചത്. വിവിധ വർഗങ്ങൾ തമ്മിലുള്ള സംഘടനകൾ സാമൂഹിക പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം വാദിച്ചു. കാരണം സംഘടനകളിലൂടെ അവരവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുമ്പോൾ അവിടെ പുരോഗതിയാണ് യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത്. ആ ഒരു പുരോഗതി നേടാൻ കഴിയുമെന്ന് അദ്ദേഹം വാദിച്ചു. ഓവർ ടൈം ക്ലാസ് ബേസ്ഡ് സൊസൈറ്റീസ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ എ classless and stateless society. In this new society, people would contribute based on their ability and receive based on their needs. കാലക്രമേണ വർഗ അധിഷ്ഠിത സമൂഹങ്ങൾ വർഗരഹിതവും സ്റ്റേറ്റ് ഇല്ലാത്തതുമായ സമൂഹവുമായിട്ട് മാറും. ഈ പുതിയ സമൂഹത്തിൽ ആളുകൾ അവരുടെ കഴിവിനെ അടിസ്ഥാനമാക്കി സംഭാവന ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മൾ വർഗാടിസ്ഥാനത്തിൽ ഒരുപാട് ഇളവുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ ഇല്ലാതാവുകയും എല്ലാവർക്കും ഇക്വാളിറ്റി, അതായത് സോഷ്യലിസത്തിൻ്റെ മാർഗ്ഗമാണ് അദ്ദേഹം പറയുന്നത്. ഇക്വാളിറ്റി ആയിട്ടുള്ള അവസരങ്ങൾ അവർക്ക് ലഭ്യമാവുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മാക്സിൻ്റെ ഭാഗത്ത് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഹെർബർട്ട് സ്പെൻസർ ആണ്. ഹെർബർട്ട് സ്പെൻസർ വ്യൂസ് ഓൺ പ്രോഗ്രസ്, പുരോഗതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. Herbert Spencer believed in progress and that the development of society follows a clear, irreversible path. His main focus was the idea of progressive development in society. Spencer was greatly influenced by Charles Darwin's work, The Origin of Species. ഹെർബർട്ട് സ്പെൻസർ പുരോഗതിയിൽ വിശ്വസിച്ചിരുന്നു. സമൂഹത്തിൻ്റെ വികസനം വ്യക്തമായതും മാറ്റാനാവാത്തതുമായ ഒരു പാത പിന്തുടരുന്നതാണെന്ന് അദ്ദേഹം വാദിച്ചു. സമൂഹത്തിൽ പുരോഗമനപരമായ വികസനം എന്ന ആശയമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ശ്രദ്ധ. ചാൾസ് ഡാർവിൻ്റെ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന കൃതി സ്പെൻസറെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സ്പെൻസർ ആർഗ്യൂഡ് ദാറ്റ് സൊസൈറ്റീസ് ഇവോൾവ് over time from simple and uniform structures to more complex and varied ones. He compared society to a living organism, saying both evolve through similar processes. As societies evolve, they grow more complex. സമൂഹങ്ങൾ കാലക്രമേണ ലളിതവും ഏകീകൃതവുമായ ഘടനയിൽ നിന്ന് കൂടുതൽ സങ്കീർണമായതിലേക്ക് മാറും. കൂടുതൽ സങ്കീർണവും വ്യത്യസ്തവുമായതിലേക്ക് പരിണമിക്കുന്നു എന്നാണ് സ്പെൻസർ വാദിച്ചത്. സമൂഹം ആദ്യമൊക്കെ ലളിതമായിരുന്നു, എളുപ്പമായിരുന്നു, അധികം ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ പിന്നീട് കോമ്പറ്റീഷൻസ് ആണ് വരുന്നത്. അപ്പോൾ വീണ്ടും സങ്കീർണതയിലേക്ക് മാറും എന്നാണ് പറയുന്നത്. സമൂഹത്തെ ഒരു ജീവജാലത്തോട് ഉപമിച്ചു കഴിഞ്ഞാൽ രണ്ടും സമാനമായ പ്രക്രിയയിലൂടെയാണ് പരിണമിക്കുന്നത്. സമൂഹങ്ങൾ വികസിക്കുമ്പോൾ അവ കൂടുതൽ സങ്കീർണമായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. സിമ്പിൾ സൊസൈറ്റീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഫാമിലീസ് ദാറ്റ് ഫോം ക്ലാൻസ്. കുലങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബങ്ങൾ ചേർന്നതാണ് ലളിതമായ സമൂഹങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് സമൂഹങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സിമ്പിൾ സൊസൈറ്റീസ്, അതുപോലെ കോമ്പൗണ്ട് സൊസൈറ്റീസ്, ഡബിൾ കോമ്പൗണ്ട് സൊസൈറ്റീസ്, ട്രിപ്പിളി കോമ്പൗണ്ട് സൊസൈറ്റീസ്, അതായത് വ്യത്യസ്ത തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റീസിനെ കുറിച്ചാണ് ഇവിടെ നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റീസിനെ കുറിച്ചാണ് പറയുന്നത് സ്പെൻസറിൻ്റെ. സിമ്പിൾ സൊസൈറ്റീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഫാമിലീസ് ദാറ്റ് ഫോം ക്ലാൻസ്. കുലങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബങ്ങൾ ചേർന്നതാണ് ലളിതമായ സമൂഹങ്ങൾ. കുലങ്ങൾ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മൾ ആദിമകാലങ്ങളിൽ ഓരോ കുലങ്ങൾ, ആ കുലങ്ങളിൽ ഓരോ ഫാമിലീസ് എന്നുള്ള നിലക്ക് കുറച്ച് ഫാമിലീസ് അവരുടെ പിൻഗാമികൾ നിലനിൽക്കുന്ന കുലങ്ങളായിട്ടാണ് ആദിമ കുടുംബങ്ങൾ, അതായത് ലളിതമായ സമൂഹങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കോമ്പൗണ്ട് സൊസൈറ്റീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ക്ലാൻസ് ദാറ്റ് ഫോം ട്രൈബ്സ്. ഗോത്രങ്ങൾ രൂപീകരിക്കുന്ന നിരവധി വംശങ്ങൾ ചേർന്നതാണ് കോമ്പൗണ്ട് സൊസൈറ്റി. അതായത് ഒരുപാട് ഫാമിലീസ്, ഒരുപാട് കുടുംബങ്ങൾ ചേർന്ന് അതൊരു ഗോത്രമായിട്ട് മാറുന്നത്, അത് ഒരുപാട് കുലങ്ങൾ ചേർന്ന് അതൊരു ഗോത്രമായിട്ട് മാറുന്നതിനെയാണ് കോമ്പൗണ്ട് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഡബ്ലി കോമ്പൗണ്ട് സൊസൈറ്റീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ട്രൈബ്സ്. ഇരട്ട സംയുക്ത സമൂഹങ്ങൾ നിരവധി ഗോത്രങ്ങൾ ചേർന്നതാണ് ഡബ്ലി കോമ്പൗണ്ട് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ട്രിപ്ലി കോമ്പൗണ്ട് സൊസൈറ്റീസ് ആർ ഈവൻ മോർ കോംപ്ലക്സ്, മെയ്ഡ് അപ്പ് ഓഫ് നേഷൻസ് ഓർ സ്റ്റേറ്റ്. ട്രിപ്ലി കോമ്പൗണ്ട് സൊസൈറ്റികൾ കൂടുതൽ സങ്കീർണമായവയാണ്. രാഷ്ട്രങ്ങളോ സംസ്ഥാനങ്ങളോ
ചേർന്നതാണ് എന്ത് ടെറിബിളി കോമ്പൗണ്ട് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. സ്പെൻസർ ഓൾസോ കമ്പയർ 2 ടൈപ്സ് ഓഫ് സൊസൈറ്റീസ്, മിലിറ്ററി ആൻഡ് ഇൻഡസ്ട്രിയൽ. അതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള 2 സൊസൈറ്റിയെക്കുറിച്ചും സ്പെൻസർ പറയുന്നുണ്ട്. ഒന്ന് മിലിറ്ററി സൊസൈറ്റീസ്, ഒന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. മിലിറ്ററി സൊസൈറ്റീസ് ആർ ബേസ്ഡ് ഓൺ ഫോഴ്സ്ഡ് കോർപ്പറേഷൻ, എ സെൻട്രലൈസ്ഡ് അതോറിറ്റി, സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് സ്ട്രോങ് കണക്ഷൻ ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലൈഫ്. സൈനിക സമൂഹങ്ങൾ, നിർബന്ധിത സഹകരണം, ഒരു കേന്ദ്രീകൃത അധികാരം, കർശനമായ നിയമങ്ങൾ, പൊതു സ്വകാര്യ ജീവിതം എന്നിവ തമ്മിലുള്ള ശക്തമായ ബന്ധം എന്നിവ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്ത് മിലിറ്ററി സൊസൈറ്റി. അതായത് പട്ടാള ഭരണം എന്ന് പറയില്ലേ, അതുപോലെ. Industrial societies are based on voluntary cooperation, personal rights, separation of economic from politics and the growth of free institutions. വ്യാവസായിക സമൂഹങ്ങൾ സ്വമേധയുള്ള സഹകരണം, വ്യക്തിപരമായ അവകാശങ്ങൾ അവർക്കുണ്ടായിരിക്കും, രാഷ്ട്രീയത്തിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തെ വേർപെടുത്തുകയും സ്വതന്ത്ര സ്ഥാപനങ്ങളുടെ വളർച്ച എന്നിവ അടിസ്ഥാനമാക്കിയിട്ടുള്ള. കാരണം ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ എല്ലാത്തിനും അവകാശങ്ങളുണ്ടായിരിക്കും, അവർക്ക് പേഴ്സണലായിട്ടുള്ള അവകാശങ്ങളും പൊതു അവകാശങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ മിലിറ്ററി സൊസൈറ്റിയിൽ എല്ലാം പട്ടാള ചിട്ടയിൽ എല്ലാം അവരുടെ ഇഷ്ടത്തിനായിരിക്കും ചെയ്യുക, അവരുടെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരും. പേഴ്സണലായിട്ടുള്ള മിനിമം അവകാശങ്ങൾ പോലും നമുക്ക് മിലിറ്ററി സൊസൈറ്റിയിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. Spencer's model helped explain the rise of the laissez-faire system, which promotes free markets with little government control in Europe and America. യൂറോപ്പിലും അമേരിക്കയിലും ഗവൺമെൻറ് നിയന്ത്രണമില്ലാത്ത സ്വതന്ത്ര വിപണിയെ പ്രോത്സാഹിപ്പിക്കുന്ന ലേസസ് ഫെയർ സമ്പ്രദായത്തിന് ഉദയം വിശദീകരിക്കാൻ സ്പെൻസറിൻ്റെ മാതൃക സഹായിച്ചു. ലേസസ് ഫെയർ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. യാതൊരു നിയന്ത്രണങ്ങളില്ലാതെ ഒരു പൊതുവായ മാർക്കറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ബിസിനസ്, അതായത് എന്തെങ്കിലും ഒരു ബിസിനസ്, എന്ത് ബിസിനസ്സും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ള അവകാശമാണ് ലേസസ് ഫെയർ. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു പിടുത്തമില്ലാതെ, ഗവൺമെൻറ്റിൻ്റെ അധീനതയിലല്ലാതെ, അവരുടെ മേൽനോട്ടത്തിലല്ലാതെ സ്വതന്ത്രമായിട്ട് പൊതുവായിട്ട് ചെയ്യാൻ പറ്റിയ, സ്വകാര്യ വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ലേസസ് ഫെയർ. ബിസിനസ്സും അതുപോലെ ചെയ്യാൻ പറ്റുന്ന വിപണിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ലേസസ് ഫെയർ എന്ന് പറയുന്നത്. സ്പെൻസർ believed that progress in society was driven by population pressures. He treated human society like a biological organism, meaning it evolves and changes from within. He argued that as societies grow in size, they become more complex both socially and economically. സമൂഹത്തിലെ പുരോഗതി ജനസംഖ്യാ സമ്മർദ്ദങ്ങളാൽ നയിക്കപ്പെടുന്നുവെന്ന് സ്പെൻസർ വിശ്വസിച്ചു. അവർ മനുഷ്യ സമൂഹത്തെ ഒരു ജൈവജീവിയെ പോലെയാണ് പരിഗണിച്ചത്. അതിനർത്ഥം അത് പരിണമിക്കുകയും ഉള്ളിൽ നിന്ന് മാറുകയും ചെയ്യുന്നു എന്നതാണ്. സമൂഹങ്ങൾ വലുപ്പത്തിൽ വളരുന്തോറും അവ സാമൂഹികമായും സാമ്പത്തികമായും കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ സൈഡ് ഹെഡിങ് 104 ആണ് നോക്കുന്നത്. ടോണീസ്, ടർക്കെയിം, വെബർ, ഹോബ്ഹൗസ് ആൻഡ് പാഴ്സൺസ് ഓൺ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ്. ഇവരുടെയൊക്കെ വികസനത്തെക്കുറിച്ചും പുരോഗമനത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ നോക്കുന്നത്. അതിന് മുന്നേ ആ ഭാഗത്ത് നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട് 101. അത് നമുക്ക് ആദ്യം നോക്കാം. ബോക്സ് 101 മെറ്റീരിയൽ ആൻഡ് മോറൽ ഡെൻസിറ്റി. Durkheim material density refers to the increase in the population in a specific area. Moral density, on the other hand, refers to the increased interaction between individuals as the population grows. ഡർക്കെയിമിനെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽ സാന്ദ്രത എന്നത്, അതായത് മെറ്റീരിയൽ ഡെൻസിറ്റി എന്നത് ഒരു പ്രത്യേക പ്രദേശത്തെ ജനസംഖ്യയിലെ വർധനവിനെ സൂചിപ്പിക്കുന്നു. മറുവശത്ത് ധാർമ്മിക സാന്ദ്രത ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് വ്യക്തികൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ഇടപെടലിനെ സൂചിപ്പിക്കുന്നു. അതായത് മെറ്റീരിയൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ജനസംഖ്യയാണ് മെറ്റീരിയൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ മോറൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ ജനസംഖ്യയിലെ വർധനവിനനുസരിച്ച് വ്യക്തികൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ഇടപെടലിനെ, ബന്ധത്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത് മോറൽ ഡെൻസിറ്റി. മെറ്റീരിയൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ജനസംഖ്യയും, മോറൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ജനസംഖ്യയിലെ ആളുകൾ തമ്മിലുള്ള വളർന്നു വരുന്ന ആ ബന്ധത്തെയാണ് മോറൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഡർക്കെയിം believed that the development of the division of labor in society is linked to the growing contact between people as more interaction lead to people specializing in different roles. സമൂഹത്തിലെ തൊഴിൽ വിഭജനത്തിൻ്റെ വികസനം ആളുകൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സമ്പർക്കവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഡർക്കെയിം വിശ്വസിച്ചിരുന്നത്. കാരണം
കൂടുതൽ ഇടപെടലുകൾ വ്യത്യസ്ത റോളുകൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകളിലേക്ക് നയിക്കുന്നു. അതായത് സമൂഹത്തിലുള്ള ഈ ഒരു മോറൽ ഡെൻസിറ്റി ആളുകൾ തമ്മിലുള്ള ബന്ധത്തെ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളിൽ, അതായത് നിശ്ചിത കാര്യങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാനും അത് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഹവവർ, he argued that moral density can only have an effect if the real distance between people decreases, which means an increase in material density. In other words, moral density can only grow if material density grows at the same time. എന്നിരുന്നാൽ പോലും ആളുകൾ തമ്മിലുള്ള യഥാർത്ഥ അകലം കുറയുകയാണെങ്കിൽ മാത്രമേ ധാർമ്മിക സാന്ദ്രതയ്ക്ക് ഫലമുണ്ടാകൂ എന്ന് അദ്ദേഹം വാദിച്ചു. അതായത് ഭൗതിക സാന്ദ്രതയിലെ വർധനവ് ഒരു ചെറിയ സ്ഥലത്ത് കൂടുതൽ ആളുകൾ ഉണ്ടാകുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭൗതിക സാന്ദ്രത ഒരേ സമയം വളർന്നാൽ മാത്രമേ ധാർമ്മിക സാന്ദ്രത വളരുകയുള്ളൂ. അതായത് പോപ്പുലേഷൻ ഉണ്ടെങ്കിലേ ഈ ഒരു മോറൽ ഡെൻസിറ്റി സാധ്യമാവുകയുള്ളൂ. അതായത് ബന്ധങ്ങൾ അധികരിക്കണമെങ്കിൽ എന്ത് വേണം? പോപ്പുലേഷൻ വേണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചൊന്നും അതിൽ പറയുന്നില്ല, അത്രയും കാര്യങ്ങളാണ് പറയുന്നത് ആ ബോക്സിൽ. ഡർക്കെയിം എക്സ്പ്ലെയിൻ ദിസ് പ്രോസസ് ഇൻ 3 ways. ഈ ഒരു പ്രോസസ്സിനെ ഡർക്കെയിം എന്ത് ചെയ്തിട്ടുണ്ട്? 3 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് പീപ്പിൾ begin to gather together. This starts with the agriculture and continues with the growth of സിറ്റീസ്. ആളുകളുടെ ഏകാഗ്രത. ആളുകൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങുമ്പോൾ ഇത് കൃഷിയിൽ തുടങ്ങി നഗരങ്ങളുടെ വളർച്ച. ആളുകൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങുമ്പോൾ അവിടെ കൃഷിയാണ് ആദ്യം സാധ്യമാക്കുന്നത്. കൃഷിയിലായിരുന്നു നമ്മൾ ആദ്യം തുടങ്ങിയത്. പിന്നീട് അത് നഗരങ്ങളുടെ വളർച്ചയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സംഭവിക്കുന്ന പോലെ ആദ്യം കൃഷിയിലായിരുന്നു, വ്യവസായമായിരുന്നു എല്ലാവരും തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് നഗരങ്ങളുടെ വളർച്ചയ്ക്ക് സാധ്യമാകുക. അതൊക്കെ എന്തുകൊണ്ടാണ്? പോപ്പുലേഷൻ അധികരിക്കുകയും ആ പോപ്പുലേഷനിലുള്ള ജനങ്ങൾ തമ്മിൽ ബന്ധപ്പെടുകയും അവിടെ പ്ലാനിങ്ങുകൾ നടക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് Cities form because people need to be in close contact with each other. Cities can only grow if moral density also increases. ആളുകൾ പരസ്പരം അടുത്ത് ഇടപഴകേണ്ടതിനാലാണ് നഗരങ്ങൾ രൂപപ്പെടുന്നത്. ധാർമ്മിക സാന്ദ്രത കൂടിയാൽ മാത്രമേ നഗരങ്ങൾ വളരുകയുള്ളൂ. അതായത് പരസ്പരമുള്ള ബന്ധം കൂടിയാൽ മാത്രമേ നഗരങ്ങൾ വളരുകയുള്ളൂ എന്ന് പറയുന്നു. അടുത്തത് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ദേ റെഡ്യൂസ് ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്, ഇൻക്രീസിംഗ് ദ ഓവറോൾ ഡെൻസിറ്റി ഓഫ് സൊസൈറ്റി. ഗതാഗതവും ആശയവിനിമയം മെച്ചപ്പെടുമ്പോൾ അവ സാമൂഹിക ഗ്രൂപ്പുകൾ തമ്മിലുള്ള ശാരീരിക അകലം കുറയ്ക്കുകയും സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള സാന്ദ്രത വർദ്ധിപ്പിക്കാൻ അത് കാരണമാവുകയും ചെയ്യുന്നത്. മൊത്തത്തിൽ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്, പ്രത്യേകിച്ചൊന്നും അതിൽ പറയുന്നില്ല. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോണീസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് ആണ് പറയുന്നത്. ആദ്യം നമുക്ക് നോക്കേണ്ടത് ടോണീസാണ്. Tony's Gemeinschaft is when people are connected by nature relationships such as family ties, marriage or close relationships between husband and wife, parent and children or siblings. The main groups in Gemeinschaft are family, neighborhoods and friendships. These groups are guided by a common will, which is based on shared beliefs, values and behaviors. ടോണീസിനെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധങ്ങൾ വിവാഹം അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മാതാപിതാക്കളും കുട്ടികളും അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധങ്ങൾ പോലെയുള്ള സ്വാഭാവിക ബന്ധങ്ങളാൽ ആളുകൾ ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് ജെമൈൻസ്കാഫ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. കുടുംബം, അയൽപക്കങ്ങൾ, സൗഹൃദങ്ങൾ എന്നിവയാണ് ജെമൈൻസ്കാഫ്റ്റിലെ പ്രധാന ഗ്രൂപ്പുകൾ. പങ്കിട്ട വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പൊതു ഇച്ഛയാണ് ഈ ഗ്രൂപ്പുകളെ നയിക്കുന്നത്. അതായത് ഒരു കുടുംബവും നമ്മുടെ അയൽപക്കങ്ങളും നമ്മുടെ സൗഹൃദങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള നമ്മുടെ ഒരേ രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക പൊതു ഇച്ഛ എന്ന് പറയും. നമ്മളൊക്കെ ഒരേ വൈബിൽ പോകുന്ന ആൾക്കാരെന്ന് പറയുമല്ലോ, ആ ഒരു ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ജെമൈൻസ്കാഫ്റ്റ് അഥവാ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ജെസൽസ്കാഫ്റ്റ് അതായത് സൊസൈറ്റി ഈസ് ഡിഫറെൻറ്റ്. In Gesellschaft, people act based on self-interest and there is no common will. Relationships here are seen as transactions, where each relationship is valued based on the amount of work or effort involved. So, in Gesellschaft, relationships are more about production and exchange. മറുവശത്ത് ജെസൽസ്കാഫ്റ്റ് അതായത് സമൂഹം വ്യത്യസ്തമാണ്.
ഇതിൽ ആളുകൾ സ്വയം താല്പര്യത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. പൊതുവായ ഇച്ഛാശക്തിയില്ല, എന്നാൽ പോലും പൊതുവായിട്ടുള്ള ഒരു ഇച്ഛാശക്തി അതിലുണ്ടായിരിക്കില്ല. ഇവിടെയുള്ള ബന്ധങ്ങളെ ഇടപാടുകളായിട്ടാണ് കാണുന്നത്. അവിടെ ഓരോ ബന്ധവും ഉൾപ്പെട്ടിരിക്കുന്ന ജോലിയുടെയോ പ്രയത്നത്തിൻ്റെയോ അളവിനെ അടിസ്ഥാനമാക്കിയാണ് വിലമതിക്കുന്നത്. അതിനാൽ ഗസൽഷാഫ്റ്റിൽ ബന്ധങ്ങൾ ഉൽപ്പാദനവും വിനിമയമാണ്. ഈ ഒരു സമൂഹത്തിൽ എന്താ ഉണ്ടായിരിക്കുന്നത്? ഉൽപ്പാദന വിനിമയമാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പോലെ തൊഴിലാളി ഉടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. അതൊക്കെയാണ് ഈ ഒരു സമൂഹത്തിൻ്റെ ഉദാഹരണം. എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. ടോണീസ് യൂസ് ടു ദീസ് ഐഡിയാസ് ടു എക്സ്പ്ലെയിൻ സോഷ്യൽ എവല്യൂഷൻ, സീയിങ് ഇറ്റ് ആസ് എ ഷിഫ്റ്റ് ഫ്രം Gemeinschaft to Gesellschaft. He believed that the Industrial Revolution was breaking down the close-knit family structure and focusing more on facts and efficiency. This change was especially noticeable in North America and Europe. സാമൂഹിക പരിണാമത്തെ വിശദീകരിക്കാൻ ടോണീസ് ഈ ആശയങ്ങൾ ഉപയോഗിച്ചു. ഇത് ജെമിസ്കാഫ്റ്റിൽ നിന്നും ഗെസൽകാഫ്റ്റിലേക്കുള്ള മാറ്റമായി കണ്ടു. വ്യാവസായിക വിപ്ലവം അടുത്ത ബന്ധമുള്ള കുടുംബഘടനയെ തകർക്കുകയും വസ്തുതകളിലും കാര്യക്ഷമതയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും ഈ മാറ്റം പ്രത്യേകിച്ച് ശ്രദ്ധ, അതായത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് സൊസൈറ്റിയിലേക്ക് മാറുന്നു, വികസനം വരുന്നതിനനുസരിച്ച് മാറുന്ന ഇച്ഛാശക്തികൾ കുറഞ്ഞ് പരസ്പരം എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ബന്ധങ്ങളായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് ഡർഖെയിമിനെ കുറിച്ചാണ്. ഡർഖെയിംസ് വ്യൂസ് ഓഫ് സൊസൈറ്റി. ഡർഖെയിം saw society as evolving over time. He talked about social solidarity, which means he shared moral beliefs and ideas that shape how society works. സമൂഹം കാലക്രമേണ പരിണമിക്കുന്നതായിട്ട് ഡർഖെയിം കണ്ടു. സാമൂഹിക ഐക്യദാർഢ്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അതായത് സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് രൂപപ്പെടുത്തുന്ന ധാർമ്മിക വിശ്വാസങ്ങളും ആശയങ്ങളും അദ്ദേഹം പങ്കിടുന്നുണ്ട്. ലൈക്ക് അതർ സോഷ്യൽ എവല്യൂഷനിസ്റ്റ്, he believed that in mechanical solidarity, people are united by shared beliefs and values, while in the organic solidarity, people agree to tolerate differences with conflicts managed by institutions like courts, trade unions and political parties. മറ്റ് സാമൂഹിക പരിണാമവാദികളെ പോലെ മെക്കാനിക്കൽ ഐക്യദാർഢ്യത്തിൽ ആളുകൾ പങ്കിട്ട വിശ്വാസങ്ങളും മൂല്യങ്ങളും കൊണ്ട് ഏകീകരിക്കപ്പെടുന്നുണ്ട്. അതേസമയം ഓർഗാനിക് സോളിഡാരിറ്റി, അതായത് വ്യവസായ സമൂഹങ്ങളിൽ കാണപ്പെടുന്നതിൽ ആളുകൾ വ്യത്യാസങ്ങൾ സഹിക്കാൻ സമ്മതിക്കുന്നു. കോടതികൾ, വ്യാപാരം തുടങ്ങിയ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘടനകൾ, യൂണിയനുകൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. അതായത് വ്യവസായികത്തിന് മുന്നുള്ള സമൂഹങ്ങൾ കാണപ്പെടുന്നത് പങ്കിട്ട വിശ്വാസങ്ങളും മൂല്യങ്ങളും കൊണ്ട് ഏകീകരിക്കപ്പെടുന്നതാണ്. പരിണാമമില്ലാത്ത എല്ലാവരും ചേർന്നുള്ള ഒരു രൂപങ്ങളാണ്, വ്യത്യാസങ്ങളില്ലാതെ പോകുന്നതായിരുന്നു. പക്ഷേ പിന്നീട് വരുന്ന വികസിത കാലഘട്ടങ്ങളിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും അതിന് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊള്ളുള്ള കോടതിയും വ്യാപാരവും സംഘടനകളും യൂണിയനുകളും രാഷ്ട്രീയ പാർട്ടികളും മാറ്റങ്ങൾക്ക് മാറ്റങ്ങൾക്ക് അതീതമാണ് എന്നാണ് പറയുന്നത്. ഇൻ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ദർ വാസ് ലിറ്റിൽ ഡിവിഷൻ ഓഫ് ലേബർ. എവരിവൺ വർക്ക്ഡ് ആൻഡ് കൺസ്യൂംഡ് ഇൻ സിമിലർ വേസ് ആൻഡ് പീപ്പിൾ ഹാഡ് ഫ്യൂ ഡിഫറൻസസ് ഓർ ഇൻഡിവിജ്വൽ ഒപ്പീനിയൻസ്. ഇൻ കോൺട്രാസ്റ്റ്, in societies with organic solidarity, there is a division of labor. Different people specialize in different tasks and production, distribution and consumption are carried out in specialized ways. വ്യവസായികത്തിന് മുന്നുള്ള സമൂഹങ്ങളിൽ തൊഴിൽ വിഭജനം കുറവായിരുന്നു. എല്ലാവരും ഒരേ രീതിയിൽ പ്രവർത്തിക്കുകയും ഉപഭോഗം ചെയ്യുകയും ചെയ്യും. അതായത് ഇന്നയാൾക്ക് ഇന്ന തൊഴിൽ ചെയ്യണം എന്നുള്ളൊരു രീതി ഉണ്ടായി. എല്ലാവരും ഒരേ രീതിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആളുകൾക്ക് കുറച്ച് വ്യത്യാസങ്ങളോ വ്യക്തിഗത അഭിപ്രായങ്ങളോ ഉണ്ടായിരുന്നു. ഇതിന് വിപരീതമായി ജൈവ ഐക്യദാർഢ്യമുള്ള സമൂഹങ്ങളിൽ തൊഴിൽ വിഭജനമുണ്ട്. വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത ജോലികളിൽ ഉൽപ്പാദനം, വിതരണം, ഉപയോഗം എന്നിവയിൽ വൈദഗ്ധ്യം നേടിച്ചു. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അവരവരുടേതായ ജോലിയിൽ എന്ത് നേടുന്നു? സ്പെഷ്യലൈസ്ഡ് ആവുകയാണ് ചെയ്തിരുന്നത്. ഡർഖെയിം ബിലീവ് സോഷ്യൽ ചേഞ്ച് ഹാപ്പൻസ് വെൻ ദ ബോൺസ് ഓഫ് മൊറാലിറ്റി ചേഞ്ച്. ആസ് ഇൻഡസ്ട്രിയലൈസേഷൻ ഗ്രോസ്, സൊസൈറ്റീസ് മൂവ് ഫ്രം മെക്കാനിക്കൽ ടു ഓർഗാനിക് സോളിഡാരിറ്റി. ധാർമ്മികതയുടെ ബന്ധങ്ങൾ മാറുമ്പോൾ സാമൂഹിക മാറ്റം സംഭവിക്കുമെന്ന് ഡർഖെയിം വിശ്വസിച്ചു. വ്യാവസായികവൽക്കരണം വളരുന്നതിനനുസരിച്ച് സമൂഹങ്ങൾ മെക്കാനിക്കലിൽ നിന്ന് ജൈവ ഐക്യദാർഢ്യത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതായത് മാറ്റങ്ങളുള്ള ഒരു വ്യവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ദിസ് ഷിഫ്റ്റ്സ്
happens because of moral diversity, specialization, and individualism. He argued that issues like population growth, limited resources, and individualism in industrial society are solved by a division of labor where people specialize in different roles but are still connected through their work. കൂടുതൽ വൈദഗ്ധ്യമുള്ള കാരണം ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നു. സ്പെഷ്യലൈസേഷനും വ്യക്തിത്വവും വ്യാവസായിക സമൂഹത്തിലെ ജനസംഖ്യാ വളർച്ച, പരിമിതമായ വിഭവങ്ങൾ, വ്യക്തിത്വം തുടങ്ങിയ പ്രശ്നങ്ങൾ തൊഴിൽ വിഭജനത്തിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം വാദിച്ചു. അവിടെ ആളുകൾ വ്യത്യസ്ത റോളുകളിൽ വൈദഗ്ധ്യം നേടിയെങ്കിലും അവരുടെ ജോലിയോടെ ഇപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യത്യസ്ത ഭാഗങ്ങളിൽ, അതായത് വ്യത്യസ്ത മേഖലകളിൽ എല്ലാവരും എന്താ പറയുക, സ്പെഷ്യലൈസ്ഡ് ആകുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡർക്കീമിൻ്റെ ഭാഗത്ത് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അടുത്ത് നോക്കുന്നത് മാക്സ് വെബറാണ്. വെബറിൻ്റെ വ്യൂസാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. വെബർ സ്റ്റഡീഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ഫോക്കസിങ് ഓൺ ക്യാപിറ്റലിസം. He argued that capitalism, seen as a symbol of progress, arose from the rationalization of work ethics, saving money, living simply, and certain value and beliefs. വെബർ മുതലാളിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനുഷ്യ സമൂഹത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പഠിച്ചു. പുരോഗതിയുടെ പ്രതീകമായി കാണുന്ന മുതലാളിത്തം തൊഴിൽ നൈതികതയുടെയും തൊഴിലിനെ യുക്തിസഹമാക്കാൻ, അതായത് റേഷണലൈസേഷൻ വിധേയമാക്കാൻ മാക്കുകയും പണം ലാഭിക്കൽ, ലളിതമായി ജീവിക്കൽ എന്നിങ്ങനെയുള്ള ചില മൂല്യങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായതെന്ന് അദ്ദേഹം വാദിച്ചു. അതായത് ഈ മുതലാളിത്തത്തിന് അദ്ദേഹം അവിടെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മുതലാളിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനുഷ്യ സമൂഹത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പഠിച്ചു. വികസനത്തിന് മുതലാളിത്ത രീതികളാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പുരോഗതി പ്രതീകമായി കാണുന്ന മുതലാളിത്തം തൊഴിലിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. തൊഴിലിനെ സമൂഹത്തിലോട്ട് എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ടും അതൊരു നല്ല പ്രതീകമായിട്ട് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് റേഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പണം ലാഭിക്കൽ, ലളിതമായി ജീവിക്കൽ എന്നിങ്ങനെയുള്ള ചില മൂല്യങ്ങളും വിശ്വാസങ്ങളും ഉണ്ടായതെന്ന് അദ്ദേഹം ഇവിടെ വാദിക്കുകയാണ്. വെബർ ബിലീവ്ഡ് ദാറ്റ് ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ began in specific countries in Western Europe, not elsewhere, because Calvinist Protestants in these countries created a lifestyle based on worldly asceticism. This meant they focused on reducing consumption and promoting investment in industry to honor God's wishes. മുതലാളിത്ത വ്യവസായവൽക്കരണം പടിഞ്ഞാറൻ യൂറോപ്പിലെ പ്രത്യേക രാജ്യങ്ങളിലാണ് ആരംഭിച്ചതെന്ന് വെബർ വിശ്വസിച്ചു. മറ്റെവിടെയെങ്കിലുമല്ല. കാരണം ഈ രാജ്യത്തിലെ കാർവിനിസ്റ്റ് പ്രൊട്ടസ്റ്റന്റുകൾ ലോക സന്യാസത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ജീവിത ശൈലി ഇവിടെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ മാനിക്കുന്നതായി ഉപയോഗം കുറയ്ക്കുന്നതിലും വ്യവസായത്തിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് മുതലാളിത്ത വ്യവസായവൽക്കരണം പടിഞ്ഞാറ് യൂറോപ്പിലെ പ്രത്യേക രാജ്യങ്ങൾ ആരംഭിച്ചതെന്ന് വെബർ വിശ്വസിച്ചു. മറ്റെവിടെയെങ്കിലും അല്ല. കാരണം ഈ രാജ്യങ്ങളിലെ കാർവിനിസ്റ്റ് പ്രൊട്ടസ്റ്റന്റുകൾ എന്ന് പറഞ്ഞാൽ അതായത് ഈ ക്രിസ്ത്യാനിറ്റിയിൽ ദൈവത്തിൻ്റെ പരമാധികാരം, മുൻവിധി, ബൈബിളിൻ്റെ അധികാരം എന്നിവയെ ഊന്നി പറയുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ജോൺ കാൾവിൻ്റെ വർക്കുകളുണ്ട്. ജോൺ കാൾവിൻ എന്ന അവരുടെ വർക്കുകളുണ്ട്. ഈ ഒരു വർക്കുകൾ, അതായത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, അദ്ദേഹം പഠനം നടത്തിയ ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഈ പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യാനികളുടെ ഒരു ശാഖയായിട്ടുള്ള ഒരു ശാഖയാണ് ഈ കാൽവിനിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാൽവിനിസ്റ്റ് പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്തെ അടിസ്ഥാനമാക്കി ആ ഒരു ശാഖ പിന്തുടരുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയാസ് പിന്തുടരുന്ന ആൾക്കാർ, അത് ക്രിസ്ത്യാനിറ്റിയിലുള്ള ഭാഗമാണ്. അതാണ് ഈ ദൈവത്തിനെ ഇവർ അടിസ്ഥാനമാക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ മാനിക്കുന്നതിനായിട്ട് ഉപഭോഗം കുറയ്ക്കുന്നതിലും വ്യവസായ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് പറയുന്നത് ആ ഒരു തീമിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇൻ കോൺട്രാസ്റ്റ്, വെബർ സെഡ് ദാറ്റ് ഇൻ ഇന്ത്യ
ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതൽ ദൈവത്തിന് ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഓരോ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലും അവരവരുടെ ദൈവങ്ങളുടെയും വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുരോഗതികൾ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇൻ കോൺട്രാസ്റ്റ്, വെബർ സെഡ് ദാറ്റ് ഇൻ ഇന്ത്യ ട്രഡീഷണൽ വാല്യൂസ് സച്ച് as ധർമ്മ, കർമ്മ, മോക്ഷ and the caste system made it harder for rational capitalism to develop. Essentially, Weber saw human society developing from traditional pre-industrial systems to rational capitalist systems through the rationalization of religious beliefs. ഇതിന് വിപരീതമായിട്ട് ഇന്ത്യയിൽ ധർമ്മം, കർമ്മം, മോക്ഷം, ജാതി വ്യവസ്ഥ തുടങ്ങിയ പരമ്പരാഗത മൂല്യങ്ങൾ യുക്തിസഹമായ മുതലാളിത്തം വികസിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാക്കിയെന്ന് വെബർ പറഞ്ഞു. അടിസ്ഥാനപരമായ മതവിശ്വാസങ്ങളുടെ സഹകരണത്തിലൂടെ മനുഷ്യ സമൂഹം പരമ്പരാഗത വ്യാവസായിക സമ്പ്രദായത്തിൽ നിന്ന് യുക്തിസഹമായ മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് വികസിക്കുന്നത് വെബർ കണ്ടു. മറ്റിടങ്ങളെല്ലാം പെട്ടെന്ന് വികസനങ്ങൾ ഉണ്ടായെങ്കിലും ഇന്ത്യയിൽ ഒരു മുതലാളിത്ത വളർച്ചയുടെ വികസനത്തിന് ആക്കം കുറച്ചത് ഇന്ത്യയിലെ മത ആചാരങ്ങളും മതവിശ്വാസങ്ങളുമാണ് എന്നാണ് പറയുന്നത്. ഡേവിഡ് മക്ലെലാൻഡ് ഷെയർഡ് സിമിലർ വ്യൂസ് വിത്ത് വെബർ, emphasizing the importance of internal factors like a people's values and motivations in shaping their future. He believed that problems like poverty and malnutrition were linked to both traditional and non-traditional thinking. ഡേവിഡ് മക്ലെലാൻഡ് വെബറുമായിട്ട് സമാന വീക്ഷണങ്ങളാണ് പങ്കിട്ടിട്ടുണ്ടായിരുന്നത്. ആളുകളുടെ മൂല്യങ്ങളും അവരുടെ ഭാവിയും രൂപപ്പെടുത്തുന്നതിനുള്ള പ്രചോദനങ്ങളും പോലും ആന്തരിക ഘടകങ്ങളുടെ പ്രാധാന്യത്തെ ഊന്നി പറയുന്നുണ്ടായിരുന്നു. ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ പരമ്പരാഗതവും പാരമ്പര്യവുമായ ചിന്തകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. മക്ലെലാൻഡ് ആർഗ്യൂഡ് ദാറ്റ് ടു അഡ്രസ് these problems, educational programs and technical aid should focus on increasing people's need for achievement. In underdeveloped areas, he concluded that modernization and development could be achieved through the spread of culture, ideas and technology. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിദ്യാഭ്യാസ പരിപാടികളും സാങ്കേതിക സഹായങ്ങളും അവികസിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ നേട്ടത്തിനായുള്ള ആവശ്യകത വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് മക്ലെലാൻഡ് വാദിച്ചു. സംസ്കാരം, ആശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നിവയുടെ വ്യാപനത്തിലൂടെ ആധുനികവൽക്കരണവും വികസനവും കൈവരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം നിഗമനം ചെയ്തു. ഈ മക്ലെലാൻഡ് പറയുന്നത് എന്താ വെച്ചാൽ വികസനത്തോടൊപ്പം തന്നെ ഒരു മനുഷ്യരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി മുൻതൂക്കം കൊടുത്തിട്ട് വേണം വികസനങ്ങൾ വരാൻ എന്നാണ് പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന ഒന്നാണ് ഈ ന്യൂട്രീഷ്യൻസിൻ്റെ കുറവും ഈ ദാരിദ്ര്യവും ഒക്കെ എന്ന് പറയുന്നത്, അസുഖങ്ങളും എല്ലാം. ഇതൊക്കെ ഒരു രാജ്യം വികസിക്കുമ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടുകൊണ്ട് വേണം ആ രാജ്യങ്ങൾ വികസനം ഉണ്ടാക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ അവസാനമായിട്ട് കോൾ മാർക്സിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.